ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 14-ാമത് വാക്യം, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ എന്നുള്ള വാക്യമാണ്. രോഗങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത് ആളയച്ച് സഭയിൽ മൂപ്പന്മാരെ ആ കാര്യം അറിയിക്കുകയും അവർ കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകുവാൻ അത് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ള വിശ്വാസവും പഠിപ്പിക്കലുമാണ്. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ലാസർ രോഗിയായി മരണാസന്നനായിരിക്കുമ്പോൾ അവർ യേശു കർത്താവിൻ്റെ അരികിലേക്ക് ആളുകളെ പറഞ്ഞയക്കുകയും ലാസർ മരിപ്പാറായിരിക്കുന്നു, അവിടേക്ക് വരണമെന്ന് അറിയിക്കുകയും ചെയ്യുകയാണ്. മാർത്തയും മറിയയും യേശു കർത്താവിൻ്റെ അരികിലേക്ക് ആളിനെ പറഞ്ഞയച്ചത് യേശു കർത്താവ് വന്ന് ലാസറിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ലാസറിന് സൗഖ്യമുണ്ടാകും എന്നുള്ള അവരുടെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ സൗഖ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രാധാന്യത എന്താണ്? 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, ദീനമായി കിടക്കുമ്പോൾ മൂപ്പന്മാരെ വരുത്തുകയും മൂപ്പന്മാർ കടന്നു വന്ന് അവർക്ക് സ്വയപരിശോധനയ്ക്കുള്ള കാര്യങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ രോഗിയായി ഇരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേറ്റു പറഞ്ഞു പ്രാർത്ഥിക്കത്തക്ക തലത്തിൽ അവരെ പാപബോധമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു രോഗത്തിൻ്റെ പിന്നിൽ പാപത്തിൻ്റെ കണികകൾ നിലനിൽപ്പുണ്ടെന്നും ഒരു രോഗത്തിൻ്റെ പിന്നിൽ പൈശാചികമായ പോർവിളികൾ നിലനിൽക്കുന്നു എന്നും നമുക്ക് ഗ്രഹിപ്പാനായിട്ട് കഴിയും. 18 വർഷം കൂനി നടന്നിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. അവളുടെ മേലുള്ള രോഗ ആത്മാവിനെ യേശു ശാസിച്ചു എന്നുള്ളതാണ്. ആ രോഗം ഒരു രോഗാത്മാവായിരുന്നു എന്നാണ്. അപ്പോൾ പാപം നിമിത്തവും പിശാചിൻ്റെ പ്രവർത്തികൾ നിമിത്തവും രോഗത്തിൻ്റെ കെടുതികളിലേക്ക് കടന്നു പോകാം. ഇവിടെ എല്ലാം ചെയ്യേണ്ടത് നാം നമ്മെ തന്നെ തിരിഞ്ഞു നോക്കുവാനും ഏറ്റുപറയേണ്ട, പാപം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് ക്ഷമയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ട സാഹചര്യവുമുണ്ട്. മൂപ്പൻ വന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള പദങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നിരന്തരമായി രോഗങ്ങളുടെയോ ദുഃഖങ്ങളുടെയോ കഷ്ടങ്ങളുടെയോ ഒക്കെ നടുവിലൂടെ കടന്നു പോകുന്നെങ്കിൽ, വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾക്ക് വിടുതലാണ്. മാത്രമല്ല,
ജീവിതത്തിനകത്ത് എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങൾ, ഈ നഷ്ടങ്ങൾ, ഈ രോഗങ്ങൾ, ഈ പ്രയാസങ്ങൾ, ഈ ബുദ്ധിമുട്ടുകൾ എന്ന് തിരിഞ്ഞു നോക്കുവാനും നാം എവിടെയെങ്കിലും നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാനുണ്ടെങ്കിൽ നമ്മെ തന്നെ ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കുവാനും ഇടയാകുന്നു എങ്കിൽ അത് വിടുതലിനും സൗഖ്യത്തിനും കാരണമാകും. ആ തലത്തിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. ഞങ്ങളുടെ രോഗങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ പരിശോധിച്ച് ക്രമപ്പെടുത്തേണ്ട ഇടങ്ങൾ ക്രമപ്പെടുത്തി മൂപ്പന്മാരെ വരുത്തി പ്രാർത്ഥിച്ചു വിടുതൽ പ്രാപിച്ചു മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.